അത് സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് അതിനകത്ത് സംഘപരിവാർ ആളുകളെ അല്ലെങ്കിൽ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് അവരെ വിമർശിക്കുന്ന ചില സീൻസ് ഉണ്ട്. അത് മനഃപൂർവ്വം പൃഥ്വിരാജ് ആ രീതിയിൽ ചെയ്തതാണെന്ന രീതിയിൽ വിവാദങ്ങൾ വരുന്നു. സംഘപരിവാർ പ്രവർത്തകരും എല്ലാം സിനിമ ബഹിഷ്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നു. തുടർന്ന് മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുന്ന സാഹചര്യം വന്നു. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച അതേ പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തു. അതിനുശേഷം സിനിമ റീസെൻസറിങ് ചെയ്യാൻ തീരുമാനിച്ചു. സിനിമ റീസെൻസറിങ് ചെയ്തതിന് ശേഷമുള്ള അതാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഗോദ്ര കലാപത്തെയൊക്കെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന രീതിയിലായിരുന്നു അതിൻ്റെ വിമർശനങ്ങൾ. അതിനുശേഷം ഈ 30, 31 ആയപ്പോഴേക്കും ഈ നോമ്പ് കാലം കഴിഞ്ഞ് റംസാൻ ആഘോഷിച്ച ശേഷം മുസ്ലിം പ്രേക്ഷകരുമൊക്കെ സിനിമ കാണാനെത്തി. കാരണം ഇത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷമുള്ള സിനിമയാണ് അവർക്കും കാണാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും അത്തരത്തിലൊരു വിവാദങ്ങൾ കുറേ ഉണ്ടാക്കിക്കൊണ്ട് സംഘപരിവാർ എതിരുള്ള ആളുകളെയും ഒക്കെ തിയേറ്ററിൽ പിടിച്ചിരുത്താനുള്ളൊരു ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആന്റണി പെരുമ്പാവൂർ ഈ ഒരു തന്ത്രം ആവിഷ്കരിച്ചത്. പക്ഷേ സിനിമ വേണ്ടത്ര വിധത്തിൽ അതിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ സംവിധാന മികവോ അഭിനയ മികവോ ഒന്നും തന്നെ ഇല്ല എന്നാണ് അതിൽ പ്രേക്ഷകർ കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത്. വെറുതെ ഒരു ഗിമിക്ക് ഉണ്ടാക്കി ഇതിലൊരു വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി സൃഷ്ടിച്ചതിനപ്പുറം ഇതിനകത്ത് സിനിമയ്ക്ക് വലിയ കാമ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സിനിമയെ കളക്ഷൻ കുറയാൻ തുടങ്ങി.